ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. ഞാനിങ്ങനെ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് രാവിലെ 6 മണിക്ക് മുമ്പാണ്. അപ്പോൾ ഓരോ ദിവസവും കർത്താവ് തരുമ്പോൾ വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങിയ നമ്മൾക്ക് സുഖകരമായ ഉറക്കം നൽകിയ ദൈവമാണ്. ഒരു പ്രഭാതം കൂടെ കാണുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. അപ്പം നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവകൃപയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ദൈവകൃപയുടെ മഹാത്മ്യം ഓരോ വിശുദ്ധന്മാരും മനസ്സിലാക്കി ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കടപ്പെട്ടവരാണ്. ഇന്ന് അനേകരും അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ആഴമായ ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊക്കെ വളരെ കുറവാണ്. എന്നാൽ നിശ്ചയമായും ഈ തലമുറയിലും ഒരു ചെറിയ കൂട്ടം കർത്താവിന് വേണ്ടി വളരെ വിശപ്പോടും ദാഹത്തോടും എരിവോടും കൂടി നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കൃപയെ സംബന്ധിച്ച്, ഇതിനു മുമ്പ് നമ്മൾ പല ക്ലാസ്സുകൾ കൃപയെ സംബന്ധിച്ച് നടത്തി. ഇന്നും ഈ കൃപയോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ കാര്യം പറയാം എന്നാഗ്രഹിക്കുക. കാരണം നമ്മളായിരിക്കുന്ന എല്ലാം കൃപയാലാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്, നമ്മൾ നിൽക്കുന്നത് കൃപയിലാണ്, നമ്മുടെ ഭാവി പോലും ദൈവത്തിൻ്റെ കൃപയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൃപയോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് 3 തരംതിരിക്കാം. ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ 3 തരംതിരിക്കും. അത് 1 നമ്മുടെ ഭൂതകാലത്തെ ബന്ധപ്പെടുത്തിയാണ്, 2 നമ്മുടെ വർത്തമാനകാലത്തെ ബന്ധപ്പെടുത്തിയാണ്, 3 നമ്മുടെ ഭാവി കാലത്തോട് ബന്ധപ്പെട്ട. ഈ 3 കാലത്തോടും ബന്ധപ്പെട്ട് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും നമുക്ക് ദൈവകൃപ വേണം. കൃപ ലഭിച്ചവരെപ്പോഴും ആ കൃപയിൽ തന്നെ നിൽക്കണം, അതിൽ ജീവിക്കണം, അതിൽ വളരണം. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാവിയും ഈ കൃപയിലാണ്. അപ്പോൾ അതിനോട് ചേർന്ന ഒരു ചെറിയൊരു ഭാഗം, വേദഭാഗം ഞാൻ നിങ്ങൾക്ക് വായിക്കാം. അത് തീത്തോസിൻ്റെ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കതായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ സൃഷ്ടിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. വളരെ ഗഹനമായ ഒരു കാര്യം പൗലോസ് തീത്തോസിനെ പറഞ്ഞ് പരമേൽപ്പിക്കുക. ചിന്തിക്കുക, ഇതെത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ മഹാത്മ്യം ഒന്ന് മനസ്സിലാക്കി കിട്ടിയാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരായിരിക്കും. അപ്പം ഇവിടെ 3 നിലയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ വാക്യങ്ങളിൽ സംക്ഷിപ്തമായി പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭൂതകാല ബന്ധപ്പെടുത്തി പറയുമ്പോൾ അവിടെ പറയുന്നത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കാൻ ഈ കൃപ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് 1ാമത്തെ ഒരു കാര്യം. നമ്മുടെ ഭൂതകാലം എങ്ങനെയുള്ളതായിരുന്നു? ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ദൈവികമായ ചിന്തയില്ലാതെ, ഭാവിയെക്കുറിച്ചൊരു ചിന്തയില്ലാതെ, മറ്റുള്ളവരെക്കുറിച്ച് നമുക്കൊരു ചിന്തയില്ലാതെ, നമ്മുടെ സ്വാർത്ഥതയിൽ മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ചിന്തിക്കുക, എത്ര ദുഃഖകരമായ കാലഘട്ടമാണ്. വാസ്തവത്തിൽ ദൈവഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവവുമായി ബന്ധമില്ലാതെ ദൈവത്തിന് ദുഃഖം വരുത്തുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച ഒരു കാലഘട്ടം. അപ്പം അവിടെ നമ്മുടെ ദൈവത്തിൻ്റെ കൃപ നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? ഈ നമ്മൾ ഭക്തികേടും
ഈ പ്രപഞ്ചമോഹങ്ങളും വർജിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ യാതൊരു ദൈവഭയമോ ഭക്തിയോ ഉണ്ടായിരുന്നില്ല, ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല, ദൈവത്തെ നമ്മൾ ഒരു രീതിയിലും ആദരിച്ചിരുന്നില്ല. എന്നിട്ട് നമ്മൾ ഈ ലോകമോഹങ്ങളിൽ, പ്രപഞ്ചമോഹങ്ങളിൽ പെട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും എങ്ങനെ നമ്മൾ ദൂരെയായിരിക്കണം, അല്ലേ? നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടും ഇതേ തീത്തോസിൽ തന്നെ അതിൻ്റെ 3:3 വായിക്കുമ്പോൾ, മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. കണ്ടോ? അപ്പം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഒരു വലിയ ചിത്രം ഇവിടെ പൗലോസ്ലീഹ വരച്ച് കാട്ടിയിരിക്കുക. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് പരിശോധിച്ചേ. നമ്മളെങ്ങനെയായിരുന്നു? നമ്മൾ മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നല്ലോ. ഇതെല്ലാമായിരുന്നു നമ്മുടെ ജീവിതം. നമ്മൾ ചിന്തിച്ചേ. ഇന്ന് നമുക്ക് ആ ജീവിതത്തിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ, അയ്യോ അതൊക്കെ ഞാനാണോ ചെയ്തതെന്ന് നമ്മൾ ചിന്തിച്ച് അതിശയിച്ചു പോകാറില്ലേ? കാരണം ഒരിക്കലും അരുതാത്തതാണ് നാം ചെയ്തു പോന്നിരുന്നത്. അത് ദൈവദൃഷ്ടിയിൽ ഏറ്റവും ദൈവം വെറുക്കുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ അതിലൊക്കെയാണ് നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരുന്നത്. നോക്കുക, നമ്മുടെ അജ്ഞത നോക്കിയേ, നമ്മുടെ അറിവില്ലായ്മ. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല ബോധം ദൈവം വരുത്തി. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മുടെ മുമ്പിലത്തെ നടപ്പിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യം, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. എന്തൊരു ജീവിതമായിരുന്നല്ലേ? ദൈവമില്ലാതെ, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, പ്രത്യാശയില്ലാതെ ജീവിച്ചൊരു കാലഘട്ടം. തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എത്ര ഭയമാണ് നമുക്ക് തോന്നുന്നത്. അയ്യോ, അങ്ങനെയൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെ നിന്നും എവിടെയായിരിക്കുന്നു, ഇതായിരിക്കാൻ കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. ഈ ദൈവകൃപ നമ്മളെ തേടി വന്നു എന്നുള്ളതല്ലേ സത്യം. നമ്മൾ നാശയോഗ്യരായിരുന്നു. മാത്രമല്ല, നമുക്ക് ഒരു രീതിയിലും ദൈവത്തോട് അടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമായിരുന്നില്ല. നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ നമ്മളെ തേടി വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ എഫേസ്യർ 4:22 വാക്യം വായിക്കുമ്പോൾ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. കണ്ടോ? അപ്പോൾ മുമ്പിലത്തെ നടപ്പ് എങ്ങനെയായിരുന്നു? ചതിയും മോഹങ്ങളും വഷളത്വവും മാത്രം. അതിനെയൊക്കെ ഉപേക്ഷിച്ചു. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഉള്ളിലെ ആത്മാവ് സംബന്ധമായ പുതുക്കം പ്രാപിച്ചു. ആത്മാവ് സംബന്ധമായ നാം പുതുക്കം പ്രാപിച്ചു. ദൈവകൃപ ലഭിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ ഒരു വലിയ സാക്ഷ്യം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആ ജീവിതത്തിൽ നിന്നും എന്നെ ഒരു പുതു സൃഷ്ടിയാക്കി ദൈവം മാറ്റിയിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം. അതേ പ്രിയമുള്ളവരെ, നാം ഒരിക്കലും നമ്മൾ ദൈവത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നമ്മൾ ഉപകാരികളായിരുന്നില്ല. നാം വളരെ ദോഷം ചെയ്ത് നമ്മളെ തന്നെ നമ്മൾ വഞ്ചിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവകൃപ നമ്മളെ തേടി വന്നു. അതിനൊരു നല്ല ഉദാഹരണം നമ്മൾ ഫിലമോനിലൂടെ കാണാൻ പറ്റും. നമുക്കറിയാമല്ലോ, ഫിലമോന്റെ ലേഖനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പൗലോസ്ലീഹ ഫിലമോൻ എഴുതുമ്പോൾ ഒനോസിമോസിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം, അത് വളരെ ഇതിലൊരു നല്ലൊരു ദൃഷ്ടാന്തമാണ്. നമ്മൾ ഫിലമോൻ എഴുതിയ ലേഖനം ഒരു അധ്യായം ഉള്ളത് നിങ്ങൾക്കറിയാം. അതിന് 11-ാം വാക്യം ഞാൻ വായിക്കാം.
അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു, ഇപ്പോഴോ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. ഓ, കണ്ടോ, നോക്കുക. ഈ ഒനോസിമോസ് എന്ന അവനൊരു അടിമയായിരുന്നു ഫിലമോൻ്റെ. അവസരം കിട്ടിയപ്പോൾ ഫിലമോനിൻ്റെ ഭവനത്തിലുള്ള കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. എന്നാൽ അവൻ പിടിക്കപ്പെട്ടു. കൂടുതൽ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. പിടിക്കപ്പെട്ട് അവനെ ജയിലിലിട്ടത് പൗലോസ് കിടക്കുന്ന അതേ ജയിലറയിൽ. നോക്കണേ, അതും ഒരു കൃപയാൽ ലഭിച്ചൊരു ഭാഗ്യമല്ലേ. ഞാൻ പലപ്പോഴും യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പലരും എന്നോട് പറയാറുണ്ട്, ഈ യാത്രയിൽ നിങ്ങളെപ്പോലെയുള്ള ഒരു ദൈവമനുഷ്യനെ കിട്ടിയത് ഞങ്ങൾക്കൊരു വലിയ ഉപകാരമായി, ഞങ്ങൾക്ക് ഈ നല്ല സത്യങ്ങളൊക്കെ കേൾക്കാനിടയായല്ലോ എന്ന് ഒരുപാട് പ്രാവശ്യം അങ്ങനെയുള്ള സാക്ഷ്യം കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സത്യമല്ലേ? നമുക്ക് ഒരു വ്യക്തിയിലൂടെ സത്യവചനങ്ങളെ കേൾക്കാനിടയാകുക എന്നുള്ളത് എത്ര ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാണ്. ഇതിൻ്റെയൊക്കെ വില മനസ്സിലാക്കണം. അപ്പം ഇവിടെ ദൈവകൃപയാൽ ഒനോസിമോസിന് വലിയ മോഷ്ടാവ്, കള്ളനായ, അടിമയായ ഒനോസിമോസിന് പൗലോസിനോട് കൂടെ ജയിലറയിലായിരിക്കാനായിട്ടുള്ള അവസരം കിട്ടി. അതുകൊണ്ട് സംഭവിച്ചെന്തുവാ? താൻ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. ഇന്ന് പൗലോസിനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക. അപ്പോൾ ഫിലിമോനോടുള്ള സ്നേഹബന്ധത്തിൽ തന്നെ താൻ ഫിലിമോൻ്റെ അടുക്കിലേക്ക് മടക്കി അയക്കുക. ഒരു എഴുത്തൊക്കെ അയച്ച് കൊടുത്തു വിടുക. എന്നെപ്പോലെ തന്നെ നിൻ്റെ ഒരു സഹോദരനായിട്ട് നീ ഇവനെ കാണണം. ഇനി ഇവൻ അടിമയല്ല, നിൻ്റെ ഒരു സഹോദരനാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഏതൊരു വ്യക്തിയും പരസ്പരം സഹോദരങ്ങളാണ്. എത്ര വിലപ്പെട്ടൊരു കാര്യമാണ്. അതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ അനുഭവം. അപ്പം നമ്മുടെ ഭൂതകാല അനുഭവമായി ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃപ ലഭിച്ചു. ഇനി നമ്മുടെ വർത്തമാനകാല ജീവിതം, നമ്മുടെ വർത്തമാനകാലത്തിൽ എങ്ങനെയായിരിക്കണമെന്നാണ് അവിടെ സുബോധത്തോടും, അതെ, പിന്നെ തീത്തോസ് 2:13 പാട്ടിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ഈ ദൈവകൃപ എന്ത് ചെയ്യുന്നു? നമ്മളെ സുബോധത്തോടെ. അപ്പോൾ നമുക്ക് നേരത്തെ എന്തില്ലായിരുന്നു? സുബോധം ഇല്ലായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഈ ദൈവകൃപ ലഭിച്ച് രക്ഷിക്കപ്പെടാത്തത്തോളം കാലം നമ്മുടെ ജീവിതം സുബോധമുള്ള ജീവിതമല്ല. അവർ ചെയ്യുന്നതെല്ലാം അവർ ആ സുബോധത്തിലല്ല. നമുക്കറിയാം, നമ്മൾ മുടിയൻ പുത്രൻ എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞ ആ ഒരു ഉപമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൽ ഇളയ മകൻ തൻ്റെ അവകാശമൊക്കെ മേടിച്ച് ദൂരദേശത്തേക്ക് പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ. അവൻ പോയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം നാനാവിധമാക്കി. അവസാനം അന്ന് പണമുണ്ടാക്കുമ്പോൾ ഇഷ്ടംപോലെ കൂട്ടുകാരും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പണമൊക്കെ തീർന്നപ്പോൾ കൂട്ടുകാരെല്ലാം അവനെ കൈവിട്ടു. അവസാനം അവന് ഉപജീവനത്തിന് മാർഗമില്ലാതെ അവൻ ഒരു ആളെ പോയി സമീപിച്ചു. പന്നി മേയ്ക്കാനുള്ള ജോലി കിട്ടി. പന്നി തിന്നുന്ന വാളവര കൊണ്ട് പോലും വയറ് നിറയ്ക്കാൻ അവന് കഴിഞ്ഞില്ല. നോക്കണേ, എങ്ങനെയുള്ള ഒരു പിതാവിൻ്റെ മകൻ. അവിടെ അവന് ഈ അവസ്ഥയിൽ അവൻ തൻ്റെ പിതാവിനെക്കുറിച്ചും തൻ്റെ ഭവനത്തെക്കുറിച്ചും ചിന്തിപ്പാനിടയായി. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൂക്കോസ് 15:17 അവന് സുബോധം വന്നിട്ടുണ്ട്. സുബോധം നോക്കുക. അപ്പോൾ അതുകൊണ്ട് അവനൊരു നല്ല തീരുമാനം എടുക്കുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. എൻ്റെ പിതാവിനോട് ഞാൻ പറയും, അവിടുത്തെ ഒരു വേലക്കാരിലൊരുവനെ പോലെ എന്നെ കരുതിയാൽ മതി. നോക്കണേ, അപ്പോൾ അവന് സുബോധമുണ്ടായതുകൊണ്ട് അവനായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവന് മനസ്സിലാക്കാനിടയായി. ഇന്ന് അനേകർക്കും ഈ സുബോധമില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല? അവരെ തന്നെ മനസ്സിലാക്കുന്നില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് പോലും അവർക്കറിയില്ല. എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. നമ്മൾ ചിന്തിക്കണം. സുബോധം. ആ ശവക്കല്ലറിലൊക്കെ കിടന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതേ ലൂക്കോസിൽ തന്നെയാണ് 8-ാം അധ്യായത്തിൽ. അവനെ തന്നെ ചതച്ച് അവനെ തന്നെ
ദ്രോഹിച്ച് ജീവിക്കുന്ന ഒരു കാലയളവായിരുന്നു. എന്നാൽ കർത്താവ് ലഗ്യോനുണ്ടായിരുന്നു, അവൻ കർത്താവ് അവനെ വിടുവിച്ചു. അപ്പോൾ അവിടെ ഒരു വാക്യം നമ്മൾ ലൂക്കോസ് 8:35 വായിക്കുന്നുണ്ട്. അവൻ സുബോധം പൂണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് കണ്ട് ജനങ്ങൾ ഭ്രമിച്ചു. നോക്കണേ, ജനങ്ങൾ ഭ്രമിച്ചു പോയി അവൻ സുബോധത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ. മറ്റുള്ളവർക്കെല്ലാം പേടി സ്വപ്നമായിരുന്ന അവനിപ്പോൾ സുബോധത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുക. അതാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥമായ ബോധം, ആ ബോധം വരുത്തുന്നത് ദൈവകൃപയാണ്. കാര്യങ്ങളെ മനസ്സിലാക്കി ചെയ്യുവാൻ വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇന്ന് അനേകരും സിഗരറ്റും വലിച്ച് മദ്യപിച്ച് തമ്പാക്കവും തിന്നൊക്കെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സുബോധയിൽ അവരെ തന്നെ ചതിക്കുക. ഒരുപാട് അനുഭവങ്ങൾ ഇതിൻ്റെ മധ്യത്തിൽ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഒരിക്കൽ എൻ്റെ കൂടെ ട്രെയിൻ യാത്രയിൽ ഒരു മാന്യനായ വ്യക്തി എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സിഗരറ്റ് പാക്കറ്റ് തുറന്നിട്ട് അത് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഒന്ന് ചോദിച്ചോട്ടെ, എന്താ അങ്ങയുടെ മുമ്പിൽ ഒരു കുഞ്ഞുകുട്ടി ഒരു വളരെ മൂർച്ചയുള്ള കത്തിയുമായിട്ട് ഇങ്ങനെ നടക്കുന്ന കണ്ടാൽ എന്തു ചെയ്യും? കുഞ്ഞുകുട്ടിയാ. അപ്പോൾ എന്നോട് അങ്ങനെ ചോദിക്കുന്നേ, അല്ല സാർ ഇങ്ങനെ ഒന്ന് പറഞ്ഞേ, സാറിന് അറിയാലോ, പിന്നെ ഒരു കുഞ്ഞുകുട്ടിയുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ആ കുട്ടിക്ക് തന്നെ ദ്രോഹം വരുത്തും. ആ കുട്ടിയുടെ കയ്യിൽ ഇരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതെങ്ങനെയെങ്കിലും വെട്ടുകയോ തട്ടുകയോ ഒക്കെ ചെയ്താൽ അതിന് തന്നെ മുറിവെടുക്കും. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇനി സാറിനോട് ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം പുള്ളിക്ക് മനസ്സിലായി. ഉടനെ പുള്ളിയോട് പറയാം, ഞാനേ ഒരു ഡോക്ടറാണ്, ഞാൻ ആൾക്കാരോട് ഉപദേശിക്കും, നിങ്ങൾ സിഗരറ്റ് വലിക്കരുത്. പക്ഷെ ഞാൻ അതിന് അടിമ. ഇതോളം പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ. ഒരു ഡോക്ടറാണ്, മറ്റുള്ളവരെ ഉപദേശിക്കും, പക്ഷേ സ്വയം അതിനടിമയാണ്. നോക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. എല്ലാ വിധത്തിലുള്ള അനീതികളെയും വിട്ടകന്ന്, അഭക്തിയെ വിട്ടകന്ന് നീതിയോടെ ജീവിക്കണമെങ്കിൽ ദൈവകൃപ നമുക്ക് വേണം. ദൈവകൃപയിലല്ലാതെ നമുക്കൊന്നും കഴിയില്ല. നമ്മുടെ ശത്രുവായ പിശാച്, നമുക്കറിയാമല്ലോ, 1 പത്രോസ് 5:8, നിർമ്മതരായിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കണം. അവസരം കിട്ടിയാൽ നമ്മളെ ചതിക്കുവാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളെ കൊടുക്കുവാൻ അവൻ കരുക്കളൊരുക്കും. പ്രിയമുള്ളവരെ, അതിൽ നിന്നെല്ലാം നമ്മൾ വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ നമ്മൾ അനുഭവിക്കണം. ഓരോ ദിവസവും നമ്മൾ കൃപ തരുന്ന കർത്താവിലേക്ക് നോക്കണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. ആ യേശുവിനെ നമ്മൾ ശ്രദ്ധയോടെ നോക്കണം. താൻ ഈ ലോകത്തായിരുന്നപ്പോൾ താൻ തന്നെ യോഹന്നാൻ 8:29 പറഞ്ഞു, എന്നെ അയച്ച പിതാവ് എന്നോട് കൂടെ ഉള്ളവരാൻ ഞാൻ ഏകനല്ല. അവിടെ തന്നെ ഏകനെ വിട്ടിട്ടില്ല. ഈ ദൈവകൃപ എന്നുള്ളതിൻ്റെ ഒരു വലിയ മാഹാത്മ്യം അവിടെയാണ്. ദൈവകൃപ അനുഭവിക്കുന്ന ഒരു ഭക്തനോട് കൂടെ എപ്പോഴും കർത്താവ് ഉണ്ടായിരിക്കും. ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടോ? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ദൈവത്തെ സേവിക്കാൻ കഴിയൂ. കാരണം കർത്താവ് പറയുന്നു, ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ ദൈവപ്രസാദമുള്ള കാര്യങ്ങളാണോ? ഈ ദൈവത്തിന് നമ്മളോട് കൂടെ ആയിരിക്കാൻ സന്തോഷമുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം ദൈവമക്കളെ. ദാവീദ് 16-ാം സങ്കീർത്തനത്തിലെ 8-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ എപ്പോഴും യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. കാര്യം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും എൻ്റെ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ, സന്തോഷിക്കുന്നുണ്ടോ എന്ന് നോക്കി ജീവിക്കുന്നൊരു ജീവിതം. അതാ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. കൃപ പ്രാപിച്ച് കൃപയിൽ നിൽക്കുന്ന ജീവിതത്തിൻ്റെ സവിശേഷതയാണ്. എത്ര വിലപ്പെട്ട കാര്യമാണ്. ഇതാണ് നമ്മുടെ വർത്തമാന കാലത്തിൽ സംബന്ധിച്ച് ദൈവകൃപ ചെയ്യുന്ന കാര്യം. മൂന്നാമത്തെ കാര്യം, ഭാവിയോടുള്ള ബന്ധത്തിൽ ദൈവകൃപ ചെയ്യുന്നത് എന്താ? നാം നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് കാത്തിരിക്കാൻ ഈ കൃപ നമ്മളെ പ്രേരിപ്പിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശ,
നമുക്കറിയാം, നമ്മൾ എബ്രായ ലേഖനം 11 അധ്യായം 10 വാക്യത്തിൽ വിളി ലഭിച്ച അബ്രഹാം ഞാൻ ദൈവം കൊടുക്കാൻ ഇരുന്ന ആ ദേശത്തേക്ക് താൻ വിശ്വാസത്താൽ യാത്ര പുറപ്പെട്ടു. ആ ദേശത്ത് ചെന്നു. തൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും കൂടെ താൻ ആ ദേശത്തിൽ പാർത്തപ്പോഴും ആ ദേശം എൻ്റേതാണെന്നുള്ള ആ ഒരു രീതിയിലല്ല, ഞാനിവിടെ അന്യനും പരദേശിയുമാണ് എന്ന് മാത്രമല്ല, ദൈവം ഒരുക്കുന്ന നഗരത്തിനായി കാത്തിരുന്ന അതൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഇതാ പ്രിയമുള്ളവരെ, ദൈവവിളിയുള്ള ഒരു ഭക്തന് ദൈവം നിത്യതയെക്കുറിച്ചൊരു നല്ല കാഴ്ചപ്പാട് കൊടുക്കും. ആ കാഴ്ചപ്പാടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യത എന്ന ആ കാഴ്ചപ്പാടുണ്ടോ? ദൈവം ഒരുക്കുന്ന നഗരം ഏതാ നഗരം? പുതിയ യെരൂശലേം. അയ്യോ, പുതിയ യെരൂശലേമിനെ കുറിച്ച് നിങ്ങൾക്കൊരു പ്രകാശനമുണ്ടോ? ആ പുതിയ യെരൂശലേമിൽ പാർക്കാനുള്ള ഒരുക്കങ്ങളിലാണോ? ഈ പ്രത്യാശയിലാണോ നാം ജീവിക്കുന്നത്? ഞാനിപ്പോൾ ഹിന്ദിയിലുള്ള ക്ലാസ്സിൽ ഈ ഭാവികാല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഹിന്ദി അറിയാമായിരുന്നെങ്കിൽ അത്ര നല്ലത്. ആ ക്ലാസ്സൊക്കെ ഒന്ന് കേൾക്കണം. നമ്മുടെ വിശ്വാസികളുടെ ഭാവി എത്ര ശ്രേഷ്ഠമാണ്. നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ കൃപ ലഭിച്ച തൻ്റെ ജനത്തോടുള്ള കരുതൽ എത്ര വലുതാണ്. അതെല്ലാം തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്കൊരു നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കണം. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലെ പൗലോസ്ലീഹ ഈ തിമോത്തിയോസിനോട് പറയുമ്പോഴത്തേക്കും പറയുന്ന ഒരു കാര്യം, 1 തിമോത്തിയോസ് 6 അധ്യായം അതിൻ്റെ 18 19 വാക്യം ഞാൻ വായിക്കാം. നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. വരും കാലത്തേക്ക് നല്ലൊരു നിക്ഷേപം. എന്ന് പറയാൻ നമുക്ക് നിത്യതയിൽ ഈ പുതിയ, നമുക്കറിയാം സ്വർഗത്തിലും ചെറിയവരും വലിയവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പദവി നിത്യതയിലേക്കുള്ള, അവിടെ ചെന്നിട്ട് പിന്നെ പ്രമോഷനും കാര്യമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് പ്രാപിക്കേണ്ടതൊക്കെ ഇവിടെ വെച്ച് നമ്മൾ ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ലാഭങ്ങളും ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് 6 അധ്യായം 10 വാക്യത്തിൽ ആകയാൽ അവസരം കിട്ടും പോലെ ഞാൻ എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നമ്മളാരും നന്മ ചെയ്തല്ലോ രക്ഷിക്കപ്പെട്ടെ, കൃപയാല. അപ്പം ആ കൃപ വ്യാപരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? നന്മ ചെയ്യും, സൽപ്രവൃത്തികൾ ചെയ്യും. ആ പിതാവിനെ എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെന്നാണ് എഫേസ്യർ 2:10 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ആ സൽപ്രവൃത്തികളിൽ ജാഗരൂകരാണോ? ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? നമുക്ക് ഭാവിയെക്കുറിച്ച്, കാരണം കർത്താവ് വന്നാൽ നമ്മൾ എടുക്കപ്പെട്ട ശേഷം നമുക്ക് കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം പ്രതിഫലം കിട്ടും. അന്നാണ് നമുക്ക് നമ്മുടെ അവസ്ഥ എന്താണെന്ന്, ഒറിജിനൽ അവസ്ഥ നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചു എന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം സ്വർഗത്തിൽ വിവാഹം നടക്കും. ആ വിവാഹത്തിന് നമ്മൾ ഉടുക്കുന്ന വസ്ത്രം അത് നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ട് നമ്മൾ തന്നെ നെയ്തതാണെന്നാണ് വെളിപ്പാട് 19:8 വായിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലായി കഴിയുമ്പോൾ കൃപ ലഭിച്ചവർ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. വളരെ നമുക്ക് അതിനുള്ളൊരു ഒരുക്കം ഉണ്ടായിരിക്കണം ദൈവമക്കളെ. ആ ഒരു നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മുടെ ഹൃദയം ദൈവത്തോട് വളരെ ഏകാഗ്രമായിരിക്കണം. ദൈവഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതിൽ നമ്മൾ ജാഗരൂകരല്ല എങ്കിൽ വഞ്ചിക്കപ്പെടാം. ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് കൃപ ലഭിച്ച നമ്മൾക്ക് ഈ കൃപയിലല്ലാണ്ട് ഒന്നും പ്രശംസിക്കാനില്ല. കാരണം 2 കൊരിന്ത്യർ 10 അധ്യായം 17 വാക്യത്തിൻ്റെ ആരംഭത്തിൽ വായിക്കുന്നത്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അപ്പം നമുക്ക് പ്രശംസ കർത്താവിൽ മാത്രം. എന്നോട് കർത്താവിന് കൃപ തോന്നി, അതുകൊണ്ട് ഈ ഭാഗ്യം ലഭിച്ചു, അല്ലേ? നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചെന്ന ഉൽപ്പത്തി 6:8 നാം വായിക്കുന്നത്. കൃപ ലഭിച്ചു. ആ കൃപ ലഭിച്ച നോഹ കൃപ വ്യർത്ഥമാക്കിയില്ല. ദൈവം പറഞ്ഞതുപോലെ ചെയ്തു, അതുപോലെ ചെയ്തതാ.
ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃപ ലഭിച്ചിട്ട് നമ്മുടെ ദൈവം പറയുന്നത് പോലെയാണോ ചെയ്യുന്നത്? കർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ? മറിയത്തിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഈ തലമുറയിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്നാൽ ആ കൃപ നമ്മൾ വ്യർത്ഥമാക്കുന്നുണ്ടോ? ആ കൃപയാണ് ഭാവി ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാവിക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ 1 യോഹന്നാൻ 3:2 വായിക്കുന്നത് 2-3 വായിക്കുമ്പോൾ വളരെ ഒരു നല്ല ഇതാണ്. നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം തന്നെ താനായിരിക്കുന്ന പോലെ കാണുന്നതാകൊണ്ട് അവനോട് സമന്മാരാകും. ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം, കർത്താവ് വരും, ഞാൻ കർത്താവിനോട് അനുരൂപമായി രൂപാന്തരം പ്രാപിക്കും, അല്ലേ? നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെന്ന ഫിലിപ്പിയർ 3:21 പറയുന്നത്. ചിന്തിക്കാതെ മക്കളെ, ഇതൊക്കെ ദൈവത്തിൻ്റെ വചനമാണ്, സത്യവചനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാവിയിൽ അനുഭവമാക്കാൻ പോകുകയാണ്. അപ്പോൾ കർത്താവ് വരുമെന്നും നമുക്കൊരു തേജസ്സുള്ള ശരീരം ലഭിക്കുമെന്നും നാം വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിന് വചനം പറയാണ്, ഈ പ്രത്യാശയുള്ളവൻ എന്ത് ചെയ്യും? അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധീകരിക്കും. ഇതൊരു അടയാളം. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതം ഇന്ന് യഥാർത്ഥത്തിൽ ഈ കൃപ നമ്മളെ ഈ പ്രത്യാശയിലൂടെ നമ്മളെ നടത്തുന്നുണ്ടോ? പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസവും ആ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, കർത്താവിൻ്റെ വേലയിൽ നമ്മൾ വർദ്ധിക്കും. അതിന് മാത്രമേ പ്രയോജനമുള്ളൂ. ബാക്കി ലോകത്ത് ചെയ്യുന്നതെല്ലാം ദൈവത്തിൽ നിന്നും പ്രശംസ ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വേറും മണ്ടത്തിലാണ്. നമുക്കറിയാം, ഈ ബഥന്യായിലെ ലാസറിൻ്റെ കുടുംബത്തിൽ കർത്താവ് പലപ്പോഴും ചെല്ലാറുണ്ട്. ഒരിക്കൽ കർത്താവ് പോയപ്പോഴത്തേക്കും മാർത്ത അവരെ വീട്ടിൽ കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ മാർത്ത ഓടി കിച്ചണിലേക്ക് പോയി. നിങ്ങൾക്ക് ആ സംഭവം അറിയാം, ലൂക്കോസ് 10-ാം അധ്യായം. അവിടെ മാർത്ത പോയിട്ട് ഈ യേശുവിനും കൂടെ വന്ന് ശിഷ്യന്മാർക്കും വേണ്ടിയിട്ട് ആഹാരം ഒരുക്കുക. അവൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്. എന്നാൽ അവർക്കൊരു സഹോദരിയുണ്ട്, മറിയ. അവൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്ന് കർത്താവിനെ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഈ മാർത്തയ്ക്ക് ഉള്ളിലും അവളോട് ഭയങ്കര അസൂയയും കലിയും ദേഷ്യവും ഒക്കെ ഉണ്ടായി. കാരണം ഇവള് എന്തൊരു എന്താ പറയുന്നത്, മടിച്ചിയാ. എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയല്ലേ? ഇങ്ങനെ പെറുപിറുത്തുകൊണ്ട് ആകുല വ്യാകുല ചിന്തകളൊക്കെ ഏറി ഇതൊക്കെ ചെയ്യുക. അവസാനം കംപ്ലൈൻറ്റുമായിട്ട് വന്നു. എൻ്റെ കർത്താവ്, നിനക്ക് അറിഞ്ഞുകൂടെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആഹാരം ഒരുക്കുമ്പോൾ എൻ്റെ സഹോദരി ഇവിടെ വന്നിരുന്ന കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അപ്പോൾ കർത്താവിനെ പറഞ്ഞേ, മാർത്തേ, നീ അനേക കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെടുക. ഇവള് ഒന്ന് മതി, നല്ല അംശം തിരഞ്ഞെടുത്ത് നോക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ നല്ല അംശമാണോ നമ്മൾ ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് പ്രശംസയും പ്രതിഫലവും ലഭിക്കും. നാം ചെയ്യുന്ന പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ നമുക്ക് തോന്നും, പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വിലയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ യഥാർത്ഥമായിട്ടും ഇതിനൊക്കെ കാരണം ഈ ദൈവകൃപയാണ്. ഈ ദൈവകൃപയാണ് നമുക്കതിന് വേണ്ട പരിജ്ഞാനം തരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വളരെ ലളിതമായിട്ട് നിങ്ങളൊരു ചെറിയ കാര്യം ഓർപ്പിച്ചതേ ഉള്ളൂ. എന്തൊക്കെയാണ് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന? അത് 3 തരംതിരിച്ച് നമ്മൾ വായിച്ചു. 1, നമ്മുടെ ഭൂതകാലത്തോടുള്ള ബന്ധത്തിൽ ദൈവകൃപ ചെയ്യുന്നത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. 2, വർത്തമാനകാലത്തോട് ബന്ധപ്പെട്ട് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാൻ ഈ കൃപ നമ്മളെ സഹായിക്കുന്നു. 3, ഭക്തിയോട് ബന്ധപ്പെട്ട് ദൈവകൃപ ചെയ്യുന്നത് നമ്മുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങി കാത്തിരിക്കേണ്ടത് എങ്ങനെയെന്ന് ഈ കൃപ നമ്മെ പഠിപ്പിക്കുന്നു. എത്ര അനുഗ്രഹമാണ്! കൃപ ലഭിച്ചവർ എത്ര ഭാഗ്യവാന്മാരാണ്. പ്രിയമുള്ളവരെ, കൃപ നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് വാസ്തവമായി തീരട്ടെ. അത് നമ്മുടെ നിത്യതയ്ക്കൊരു നല്ല മുതൽക്കൂട്ടായി തീരട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ കേൾപ്പിക്കാനായി നിങ്ങളെല്ലാവരെയും
ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.